കൃപാസനം പത്രം മാർച്ച് 2026 പാർട്ട് 4. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പെരുമ്പാവൂരിൽ നിന്നുള്ള അജന പോളിന്റെ സാക്ഷ്യം. ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് 60 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വിഷയങ്ങൾ നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അതെന്റെ ജീവിതത്തിൽ നിറവേറി. ഞാൻ 6 പ്രാവശ്യം OET എക്സാം എഴുതിയെങ്കിലും ലിസണിംഗ് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 7ാം പ്രാവശ്യം ലിസണിംഗ് നല്ല മാർക്കോടെ പാസ്സാകാൻ സാധിച്ചു. അതോടൊപ്പം 10 വർഷം മാറ്റി വെച്ചിരുന്ന എൻ്റെ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കാനും വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാനും സാധിച്ചു. പിന്നെ സ്റ്റുഡന്റ് വിസയ്ക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തു. അതിനുശേഷം കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ച് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് 60 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ശരിയായി. അതോടൊപ്പം ന്യൂസിലൻഡ് രജിസ്ട്രേഷന് വേണ്ടി തയ്യാറെടുത്തിരുന്നു. 2 മാസം കൊണ്ട് തന്നെ CGFNSന്റെ കാര്യങ്ങൾ ശരിയായി. അതിനുശേഷം എനിക്ക് വിസ വരികയും ന്യൂസിലൻഡിന് പോകുന്നതിനും സാധിച്ചു. ആത്മീയമായും ഭൗതികമായും വളരെയധികം മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. തിരുവനന്തപുരത്ത് നിന്നുള്ള സുധാ സന്തോഷിന്റെ സാക്ഷ്യം. ഉപയോഗിച്ചിരുന്ന വഴി 25 വർഷം കേസിൽ നഷ്ടപ്പെട്ടപ്പോൾ മാതാവ് തുറന്നുകൊടുത്ത അതിവിശാല അത്ഭുത വഴിയുടെ സാക്ഷ്യം. എൻ്റെ ഭർത്താവിൻ്റെ കുടുംബ ഓഹരി ഷെയർ ചെയ്തപ്പോൾ 25 വർഷമായി സഞ്ചരിച്ചിരുന്ന വഴി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. 7 വർഷമായി കേസിൽ കിടക്കുന്ന വഴി ആയതുകൊണ്ട് ആ വഴി ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാതെ കാട് കയറി കിടന്നിരുന്നു. 3 തവണ പാമ്പ് എൻ്റെ വീട്ടിൽ വരികയും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ അതിൻ്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അവർ ഡെയിലി ബ്രെഡ് ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച ശേഷം കാട് പിടിച്ചു കിടന്ന ആ സ്ഥലത്ത് വെഞ്ചരിച്ച് ഉപ്പ് വിതറി മാതാവെ എനിക്ക് അനുയോജ്യമായ വഴി തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോടതിയിൽ നിന്ന് ഒരു നോട്ടീസ് ഞങ്ങൾക്ക് വന്നു. ഞങ്ങൾ കേസ് പരാജയപ്പെട്ടു. 25 വർഷമായി സഞ്ചരിച്ച വഴി നഷ്ടപ്പെട്ടു. അവർക്ക് മതിൽ കെട്ടാൻ ഒരു സാഹചര്യമുണ്ടായി. ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വേറൊരു വഴി നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ചെന്നൈയിൽ നിന്നുള്ള തോമസിന്റെ സാക്ഷ്യം. കോൺട്രാക്ട് ജോലികൾ പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും ലക്ഷങ്ങളുടെ പ്രോജക്റ്റ് ഫണ്ട് കിട്ടാത്ത പ്രതിസന്ധിയിൽ ഉടമ്പടി എടുത്തപ്പോൾ ലഭിച്ച അത്ഭുത പരിഹാരം. ഞാൻ ബിൽഡിങ്ങുകളുടെ അകത്തു വരുന്ന സർവീസസ് കോൺട്രാക്ട് ബേസിൽ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. ഞാൻ ചെന്നൈയിൽ നിന്ന് മധുരയ്ക്ക് പോയി ഒരു കോൺട്രാക്ട് വർക്ക് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ പേയ്മെന്റുകൾ പാർട്ട് പേയ്മെന്റുകളോ അല്ലെങ്കിൽ റണ്ണിംഗ് ബില്ലുകളോ ആയിട്ടാണ് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് പേയ്മെന്റ് തരുന്നതിൽ അവരുടെ ഭാഗത്തു നിന്ന് വലിയ ഡിലേ ആയി. അവർക്കാണെങ്കിൽ അവരുടെ പ്രോജക്റ്റുകൾ തീർത്തു കൊടുക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തരാനുള്ള പൈസ കിട്ടിയില്ല. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 1 മാസത്തിനകം തന്നെ ഒരു ക്ലയന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ഫോൺ വരികയും ഞങ്ങളെ ഡിസ്കഷന് വിളിക്കുകയും തരാനുള്ള പണം മുഴുവൻ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തു. കണ്ണൂരിൽ നിന്നുള്ള ശിശിര ഫിലിപ്പിന്റെ സാക്ഷ്യം. മെഡിക്കൽ സയൻസിന്റെ അപ്പുറത്ത് ഒരു പവർ ഉണ്ട്. അതാണ് ഈശോ. ഒരു പീഡിയാട്രിക് ഡോക്ടറിന്റെ ഉടമ്പടി അനുഭവങ്ങൾ. ഒരു പീഡിയാട്രിക് ഡോക്ടറായ എനിക്ക് മൂത്ത മകൾ ഉണ്ടായ ശേഷം 4 വർഷമായിട്ടും അടുത്ത കുട്ടി ഉണ്ടാകുന്നില്ലായിരുന്നു. എനിക്ക് PCOD ഉണ്ടായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം പുരട്ടി എൻ്റെ ഫസ്റ്റ് UPT ടെസ്റ്റ് ചെയ്തു. ഞാൻ പ്രഗ്നന്റ് ആണെന്നറിഞ്ഞു. സ്കാനിംഗ് റൂമിലും ഗൈനക്കോളജിസ്റ്റിന്റെ റൂമിൽ കയറുമ്പോഴും വെഞ്ചരിച്ച് ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. യാതൊരു കുഴപ്പവുമില്ലാതെ കുഞ്ഞ് ജനിച്ചുവെങ്കിലും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കുഞ്ഞ് ബ്ലഡ് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. ഡോക്ടറെ കണ്ട് പല ടെസ്റ്റുകൾ നടത്തുകയും ബയോപ്സി ചെയ്യുകയും ഒക്കെ ചെയ്തെങ്കിലും അതിന്റെ കാരണം കണ്ടുപിടിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഞാൻ പരിശുദ്ധ അമ്മയോട് സാക്ഷ്യം പറയാമെന്ന് നേർന്ന് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. മെഡിക്കൽ സയൻസിനപ്പുറത്ത് ഒരു പവർ ഉണ്ട്. അതാണ് ഈശോ. തൃശൂർ കുന്നംകുളത്ത് നിന്നുള്ള ലക്ഷ്മിയുടെ സാക്ഷ്യം. ഓപ്പറേഷൻ ഭയന്ന് ആയുർവേദ ആശുപത്രിയിൽ ചെല്ലുമ്പോഴാണ് കൃപാസനത്തെ പറ്റി അറിയുന്നത്. ഉടമ്പടി എടുത്തപ്പോൾ ലഭിച്ച ദൈവാനുഭവങ്ങൾ. എനിക്ക് ഡിസ്ക് ബൾജ് ചെയ്തിട്ട് വെയിൻ മടങ്ങി ഡോക്ടറെ കണ്ടപ്പോൾ സർജറി പറഞ്ഞു. എനിക്ക് സർജറി പേടിയായതുകൊണ്ട് ആയുർവേദത്തിലേക്ക് പോയി. അവിടെ വെച്ച് കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി നിബന്ധനകൾ പാലിക്കുകയും ചെയ്തതിന്റെ ഫലമായി എനിക്ക് ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം ലഭിച്ചു. കൂടാതെ എൻ്റെ മകൻ പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റുകൾ 1.5 വർഷമായി കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ മകന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ ശരിയായിട്ടുണ്ട്, പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞുകൊണ്ട് ഫോൺ കോൾ വന്നു. ഈശോയിലും പരിശുദ്ധ അമ്മയിലും ആഴമായ വിശ്വാസവും ഉണ്ടായി.
കുന്നംകുളത്ത് നിന്നുള്ള ഗ്രേസ് ജോർജിന്റെ സാക്ഷ്യം. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച അത്ഭുത രോഗസൗഖ്യം. എന്റെ ഭർത്താവിന്റെ കാലിൽ വേരിക്കോസിന്റെ അസുഖം വന്ന് സർജറി കഴിഞ്ഞ് 14 സ്റ്റിച്ചിട്ടു. മുറിവ് ഉണങ്ങിയാലും അവിടെ നീര് വരികയും പഴുക്കുകയും ചെയ്യുമായിരുന്നു. ചിലർ അട്ടയെ കൊണ്ട് പിടിപ്പിച്ചാൽ മാറുമെന്ന് പറഞ്ഞതനുസരിച്ച് അട്ടയെ കൊണ്ട് പിടിപ്പിച്ചു. പക്ഷെ അത് സെപ്റ്റിക്കായി അൾസർ വന്നു. 4 ഇഞ്ച് നീളവും 1 ഇഞ്ച് ആഴവുമുള്ള വലിയൊരു മുറിവായി തീർന്നു. 20 വർഷത്തോളമായി ആ മുറിവ് ഉണങ്ങാതെ പഴുപ്പ് വന്നുകൊണ്ടിരുന്നു. ഒരു മരുന്നും ഫലിച്ചില്ല. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലവും ഉപ്പും ചേർത്ത് ഉപയോഗിച്ചതിന്റെ ഫലമായി മുറിവ് ഉണങ്ങി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ചേർത്തല എഴുപുന്നയിൽ നിന്നുള്ള ജയശ്രീയുടെ സാക്ഷ്യം. അസുഖം മൂലം വലഞ്ഞ് ഭക്ഷണമില്ലാതിരുന്ന ഒരു ദിവസം കൃപാസനത്തിലെ വെഞ്ചരിച്ച് ഉടമ്പടി നേർച്ച വസ്തു ഭക്ഷിച്ചപ്പോൾ ആരാധനയിൽ എനിക്കൊരു ദൈവാനുഭവം ഉണ്ടായി. ആരാധനയിൽ സംഭവിച്ചത്, എനിക്ക് ആർത്രൈറ്റിസിന്റെ അസുഖം വന്ന് ജോയിൻസിനൊക്കെ തേയ്മാനമുണ്ടായിരുന്നു. എന്റെ നട്ടലിലെ 3 അസ്ഥികൾ പരസ്പരം കുത്തിക്കയറി പുറത്തേക്കുന്തി നീർക്കെട്ടലുള്ള ഒരവസ്ഥയിലായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ട്രീറ്റ്മെന്റ് നിർത്തിവെച്ചു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഭക്ഷണമില്ലാത്തത് കൊണ്ടും അസുഖം മൂലവും വലിയ ക്ഷീണം അനുഭവപ്പെട്ടിരുന്ന ഞാൻ വെഞ്ചരിച്ച് ഉപ്പെടുത്ത് കഴിച്ചു. പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം എനിക്ക് അനുഭവപ്പെട്ടു. ഈശോയെ ദർശിക്കാൻ സാധിച്ചു. ആരാധനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നട്ടലിലെ 3 അസ്ഥികൾ പരസ്പരം കുത്തിക്കയറി പുറത്തേക്കുന്തി നീർക്കെട്ടലുള്ള ഒരു രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നുവെന്ന് സന്ദേശം പറഞ്ഞു. എനിക്ക് സൗഖ്യം ലഭിച്ചു. ഇടുക്കി മൂലമറ്റത്ത് നിന്നുള്ള രാധാമണിയുടെ സാക്ഷ്യം. 36-ാം വയസ്സിൽ അത്ഭുതകരമായി മകളുടെ വിവാഹം നടന്നു. ശേഷം ഒരു ആൺകുഞ്ഞിനെ ലഭിച്ചു. സമയച്ചുരുക്ക സാക്ഷ്യമാണിത്. കുവൈറ്റിൽ നഴ്സായി ജോലി ചെയ്യുന്ന എൻ്റെ മകൾക്ക് 36 വയസ്സായിട്ടും വിവാഹമൊന്നും ശരിയാകുന്നില്ലായിരുന്നു. 24 വയസ്സ് മുതൽ വിവാഹാലോചനകൾ നടക്കുന്നതായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങൾ 3 ജില്ലകളിൽ ആലോചനകൾ ക്ഷണിച്ചുകൊണ്ട് പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ പരസ്യം കൊടുക്കാത്ത ജില്ലയായ കണ്ണൂരിലെ ഒരു വ്യക്തി ഹോട്ടലിൽ നിന്ന് ആഹാരം വാങ്ങിക്കൊണ്ടുപോയ പേപ്പറിൽ ഈ വിവാഹ പരസ്യം കാണുകയും ഞങ്ങളെ വിളിച്ച് അന്വേഷിക്കുകയും വിവാഹം നടക്കുകയും ചെയ്തു. കൂടാതെ 36 വയസ്സായതിനാൽ കുട്ടികൾ ഉണ്ടാകില്ലെന്ന് പലരും പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാ കോംപ്ലിക്കേഷൻസും മാറ്റി ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. പത്തനംതിട്ട റാന്നിയിൽ നിന്നുള്ള ശരണ്യയുടെ സാക്ഷ്യം. വിശ്വാസമില്ലാതെ ഉടമ്പടി പ്രാർത്ഥന ആരംഭിച്ച എന്നെ മാതാവ് പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഉയർത്തി. MSc BEd കഴിഞ്ഞ് എനിക്ക് എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും ഒരു ജോലി ലഭിച്ചിരുന്നില്ല. എൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തിൽ വന്നതെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള താല്പര്യമോ വിശ്വാസമോ ഉണ്ടായിരുന്നില്ല. എങ്കിലും അവരുടെ കൂടെ വന്നപ്പോൾ ഉടമ്പടി എടുത്ത് ക്ലാസ് കേട്ടു. വൈകിട്ട് മടിയോടുകൂടി തിരി കത്തിച്ചപ്പോൾ അത് കെട്ടുപോയി. പിറ്റേ ദിവസം രാവിലെ തിരി കത്തിച്ചപ്പോഴും വീണ്ടും കെട്ടുപോയി. ഞാൻ ഭയന്ന് മാതാവിനോട് മാപ്പ് പറഞ്ഞ് വിശ്വാസത്തോടെ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി ഒരു സ്കൂളിൽ നിന്ന് ഇന്റർവ്യൂവിന് വിളിക്കുകയും ജോലി ലഭിക്കുകയും ചെയ്തു. മകൾക്ക് സ്ഥിരമായി വന്നിരുന്ന ശ്വാസം മുട്ടലും മാറിക്കിട്ടി.